ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഞാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫിക്കൽ മെത്തേഡ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം ഈ പ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും 3 കൺസ്ട്രെയിൻസും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെസ്സർ ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കണ്ടിന്യൂവേഷനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇങ്ങനെയാണ്: സോൾവ് ഗ്രാഫിക്കലി. നമുക്കിത് ആദ്യം തന്നിരിക്കുന്ന ഈ മാക്സിമൈസ് z ഇസ് ഈക്വൽ ടു 10x1 പ്ലസ് 60x2 എന്ന് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് 3 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൺസ്ട്രെയിൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ കൺസ്ട്രെയിൻസിൽ വെച്ചിട്ട് മിനിമൈസ് ചെയ്യണം, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളിതിന് നമ്പർ കൊടുക്കുക, കൺസ്ട്രെയിൻസിന് നമ്പർ കൊടുക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എന്താണ് നമ്മൾ തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് വിത്ത് ടേക്കിംഗ് ഇക്വേഷൻ 1. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? 5x1 പ്ലസ് 10x2. നമ്മൾ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിനെ ഇക്വേഷൻ ആക്കി മാറ്റുകയാണ്. ഈക്വൽ ടു 50 എന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യുകയാണ്. സോ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഇക്വാലിറ്റി. നൗ വെൻ x1ന് 0 കൊടുക്കുവാണ്, വെൻ x1 ഇസ് ഈക്വൽ ടു 0, ഈ ഇക്വേഷനിൽ x1ന് 0 കൊടുക്കുവാണ്. അപ്പോൾ 0x1 പ്ലസ് 10x2 ഇസ് ഈക്വൽ ടു 50 എന്ന് വരും. അപ്പോൾ 0 പ്ലസ് 10x2 ഇസ് ഈക്വൽ ടു 50. അപ്പോൾ x2 ഇസ് ഈക്വൽ ടു 50/10, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്നായി. അതുപോലെ തന്നെ നമ്മൾ വെൻ x2 ഇസ് ഈക്വൽ ടു 0, x2ന് 0 കൊടുത്തു. ഈ ഇക്വേഷനിൽ x2ന് 0 കൊടുക്കുമ്പോൾ 5x1 പ്ലസ് 10 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 50. That is equal to 5x1 plus 10 into 0 is equal to 50. അപ്പോൾ 5x1 plus 0 is equal to 50 എന്ന് വരും. So 5x1 is equal to 50. So x1 is equal to 50/5, that is equal to 10. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഇങ്ങനെ വരയ്ക്കാം. x1 x2. x1 0 കൊടുക്കുമ്പോൾ, x1ന് 0 കൊടുക്കുമ്പോൾ x2ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അതുപോലെ x2ന് 0 കൊടുക്കുമ്പോൾ, x1ൻ്റെ വാല്യൂ 10 ആണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് tabular column. Now going to the second one. രണ്ടാമത്തത് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ടേക്കിംഗ് 2, രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ കൺസ്ട്രെയിൻ ഏതാണത്? 8x1 പ്ലസ് 2x2 ഇക്വേഷൻ ആക്കുകയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്നുള്ള ഇക്വേഷൻ ആക്കുകയാണ്. ഇസ് ഈക്വൽ ടു 16. കണ്ടിന്യൂ ചെയ്യാം. വെൻ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ്, x1 ഇസ് ഈക്വൽ ടു 0. ഇതിൽ x1ന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 8 ഇൻറ്റു 0 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു 16. ഇത് 0 ആയി. 0 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു 16. 2x2 ഇസ് ഈക്വൽ ടു 16. So x2 is equal to 16 divided by 2 is equal to 8. അപ്പോൾ x2 is equal to 8 എന്ന് കിട്ടി. Now continuing, when x
2 is equal to 0. ഇവിടെ x1 ആണ്. ഇനി x2ന് 0 കൊടുക്കാം. When x2 is equal to 0, x2ന് 0 കൊടുക്കുമ്പോൾ 8 into 0 plus 2 into, continue the 8 into 8x1 plus 2 into 0 is equal to 16. So 8x1 plus 0 is equal to 16. 8x1 is equal to 16. x1 is equal to 16 divided by 8 is equal to 2. So x1 is equal to 2. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. വീണ്ടും നമ്മുടെ ടേബിൾ കോളം രണ്ടാമത്തെ കോളം ഉണ്ടാക്കാം. x1 x2. x1ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ x2ൻ്റെ വാല്യൂ 8, x2ന് 0 കൊടുക്കുമ്പോൾ x1ൻ്റെ വാല്യൂ 2. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്തു. നൗ ഗോയിങ് ടു ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഏതാണ്? ടേക്കിംഗ് ഇക്വേഷൻ നമ്പർ 3 ഏതാണ്? 3x1 minus 2x2 is equal to 6 എന്നാണ്. is equal to 6. 3x1 minus 2x2 is equal to 6. is equal to 6. When x1 is equal to 0, ഇവിടെ x1 0 കൊടുക്കുമ്പോൾ 0 3 into 0 minus 2x2 is equal to 6. ഇത് ഇത്തിരി സൂക്ഷിക്കണം. 0 minus 2x2 is equal to 6. മൈനസ് 2x2 is equal to 6 എന്ന് വരും. മൈനസ് x2 is equal to 6/2 മൈനസ് x2 is equal to 3. നമുക്ക് മൈനസ് x2 അല്ല പ്ലസ് x2ൻ്റെ വാല്യൂ വേണം. അപ്പോൾ ത്രൂ ഔട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് x2 is equal to -3 എന്ന് കിട്ടും. സൂക്ഷിക്കേണ്ട ഇത്രേ ഉള്ളൂ. മൈനസ് x2 is equal to 3 ആണ് കിട്ടിയത്. നമുക്ക് പ്ലസ് x2ൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആകും, ഇത് മൈനസ് ആകും. നൗ കണ്ടിന്യൂയിങ് വെൻ x2 is equal to 0, x2ന് 0 കൊടുക്കുമ്പോൾ 3x1 minus 2 into 0 is equal to 6. ഇത് 0 ആയി പോകും. 3x1 minus 0 is equal to 6. 3x1 is equal to 6. x1 is equal to 6/3. x1 is equal to 2. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂസ് നമുക്ക് ടേബിൾ കോളം ഉണ്ടാക്കാം. x1 x2. x1 0 ആകുമ്പോൾ x2ൻ്റെ വാല്യൂ -3. x2 0 ആകുമ്പോൾ x1ൻ്റെ വാല്യൂ 2. അങ്ങനെ നമുക്ക് 3 വാല്യൂസ് കിട്ടി. നമുക്കിതിന് ശേഷം നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. ഞാൻ ഗ്രാഫിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കിട്ടിയേക്കുന്ന 3 ടേബിളർ കോളം 3 വാല്യൂസ് സൊല്യൂഷൻ 1, അതായത് ഇക്വേഷൻ 1ൻ്റെ x1 x2 വാല്യൂ, ഇക്വേഷൻ 2ൻ്റെ x1 x2 വാല്യൂ, ഇക്വേഷൻ 3യുടെ x1 x2 വാല്യൂസ് എല്ലാം കൂടി ഒറ്റ ഒരു ടേബിളർ കോളത്തിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ആക്ച്വലി നിങ്ങളുടെ എക്സാമിന് ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നൗ x1 x2ൻ്റെ വാല്യൂസ് കോർഡിനേറ്റ്സ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 5 ഇങ്ങനെയാണ് നോക്കുന്നത്. 0 5 ഇതൊരു കോർഡിനേറ്റ് ആണ്. പിന്നെ 10 0 ഇത് ഒരു കോർഡിനേറ്റ്. അതായത് ഒരു ലൈനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ആണ് 0 5ഉം 10 2ഉം. ഇവിടുത്തെ എന്താണ് 0യും 8ഉം 2 0. ഇവിടുത്തത് 0 -3 2 0. അപ്പോൾ 0 5 10 2 എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ 2 ഇക്വേഷൻ, 2 എൻഡ് പോയിൻറ്റ്സ്. ഇത് മറ്റൊരു ലൈനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ്. ഇത് മൂന്നാമത്തെ ഒരു ലൈനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ്. ഈ 3 ലൈനും ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഗ്രാഫ് പേപ്പർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ XY ആക്സിസ് എന്നാണ് ഇതിനെ നോട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ തന്നേക്കുന്ന x1 x2 എന്നായതുകൊണ്ട് ഇതിനെ x1 എന്നും ഇതിനെ ഞാൻ x2 എന്നും നോട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്?
ഫസ്റ്റിൽ 0, 5 എന്ന് പറയുന്ന പോയിൻ്റാണ് നാം നോട്ട് ചെയ്യാൻ പോകുന്നത്. 0 ആൻഡ് 5. എവിടെയാണ് 5? 5 is going to be in our y axis. x ആക്സിസിൽ 0, y ആക്സിസിൽ 5. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് 0, 5. ഇനി എടുക്കേണ്ട പോയിൻ്റാണ് 10, 0. 10, 0. എക്സ് ആക്സിസിൽ 10, എക്സ് ആക്സിസിൽ 10, വൈ ആക്സിസിൽ 0. ഇതാണ് നമ്മളുടെ പോയിൻ്റ്. ഇനി ഈ രണ്ട് പോയിൻറ്റും കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണം. അതായത് ഈ രണ്ട് പോയിൻറ്റും കൂടി ഞാൻ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യണം. ഈ കിട്ടിയേക്കണ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. 10, 0. ഇതിൻ്റെ പോയിൻറ്റ് 0, 5. നൗ രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ രണ്ടാമത്തെ ലൈനിന് വേണ്ടിയിട്ട് 0, 8. എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 8. എക്സിൽ 0, വൈ ആക്സിസിൽ 8 ഇവിടെ മാർക്ക് ചെയ്യുന്നു. 0, 8 എന്നാണ് ആ പോയിൻ്റ്. കറസ്പോണ്ടിംഗ്ലി രണ്ടാമത്തത് 2, 0. 2, 0. എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 0. 2, 0. ഈ പോയിൻ്റാണ് 0, 8ഉം 2, 0യും. 0, 8ഉം 2, 0യും ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇനി മൂന്നാമത്തെ ലൈൻ എക്സിൽ 0, വൈയിൽ -3. വൈയിൽ എക്സിൽ 0, വൈയിൽ -3. ഇവിടെയാണ് ആ പോയിൻ്റ് വരുന്നത്. പിന്നെ വരുന്നത് എത്രയാണ്? 2, 0. എക്സിൽ 2, വൈയിൽ 0. എക്സിൽ 2, വൈയിൽ 0. സെയിം പോയിൻ്റാണ് 2, 0. എക്സിൽ 2, വൈയിൽ 0. ഇനി ഈ രണ്ട് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനും കൂടി വരയ്ക്കുന്നു. ഇങ്ങനെ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ 3 ലൈൻസ് വരച്ചു. ഈ 3 ലൈൻസ് ഞാൻ ഒറ്റ ഗ്രാഫിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഗ്രാഫിൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ലൈൻ. ഇതാണ് തേർഡ് ലൈൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് 5x1 + 10x2 < 50. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ താഴെ ആയിരിക്കണം. സോ വിച്ച് ഷുഡ് മീൻസ് ഇതിൻ്റെ ബിലോ ആയിരിക്കണം ഷെയ്ഡ് ചെയ്യേണ്ടത്. ദിസ് ഇസ് > 16. രണ്ടാമത്തത് ഇതാണ് 2. 2ൻ്റെ മുകളിലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എബവ്, ഇതിൻ്റെ മുകളിലായിരിക്കണം. 3x1 - 2x2 > 6. 6. അപ്പം മൂന്നാമത്തതിൻ്റെയും മുകളിലായിരിക്കണം, എബവ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ 5x1 + 10x2 < 50. < 50 എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ്റെ താഴെയുള്ള ഏരിയ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ്റെ താഴെയുള്ള ഏരിയ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നു. സെക്കൻഡ് ഇക്വേഷൻ തന്നേക്കുന്നത് എവിടെയാണ്? സെക്കൻഡ് ഇക്വേഷൻ ഇതിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ്റെ എബവ്, സെക്കൻഡ് ഇക്വേഷൻ്റെ എബവ് ഉള്ളത് മാത്രം എന്ന് വെച്ചാൽ സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. അതിന് താഴെയുള്ള റീജൻ നമ്മളുടെ ഏരിയയിൽ പെട്ടതല്ല. അപ്പോൾ അത് നമ്മൾ മായ്ച്ച് കളയണം. സോ റിമൂവിങ് ദിസ്. അപ്പോൾ ഈ ഏരിയ പോയി. ഇനി നമുക്കുള്ളത് ഈ ഒരു ഏരിയ ആണ്. ഇനി ഒരു ലൈനും കൂടി ഉണ്ട്. തേർഡ് ഇക്വേഷൻ്റെ എബവ് ആണ്. തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഇങ്ങോട്ടാണ് ബിലോ, ഇതാണ് എബവ്. അപ്പോൾ ഇതിൻ്റെയും ഇങ്ങോട്ടുള്ള റീജൻ, ഈ റീജൻ നമ്മൾക്ക് മായ്ച്ച് കളയാൻ നമ്മുടെ ഏരിയയിൽ പെട്ടതല്ല. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ 2, 0, 10, 0. ഇനി ഇതിൻ്റെ എത്രയാണ് കോർഡിനേറ്റ്സ് എന്നുള്ളത് നോക്കണം. എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ 3. സോ ഇതിൻ്റെ ഇക്വേഷൻ ഇസ് 4, 3. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ഉള്ള ഒരു ബൗണ്ടഡ് റീജൻ, ഇതിനെയാണ് ബൗണ്ട് റീജൻ എന്ന് പറയുന്നത്.
20, 10, 0 ആൻഡ് 4, 3 എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ഈ 3 പോയിൻറ്റ്സും, അതായത് 4, 3, 2, 0, 10, 0 എന്ന് പറയുന്ന 3 പോയിൻറ്റ്സും ഇട്ടതിന് ശേഷം ഏതിലാണ് നമുക്ക് മാക്സിമം, കാരണം മാക്സിമൈസ് ക്വസ്റ്റ്യൻ ആണ്, ഏതിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒന്നും കൂടി എഴുതാം. z is equal to 100x1 plus 60x2. നമുക്ക് കിട്ടിയേക്കുന്ന 3 പോയിൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് പോയിൻ്റ് ആണ് 20. സോ ഇതിലേക്ക് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z 20 is equal to 100 into 2 plus 60 into 0, that is equal to 200 plus 0, that is equal to 200. ഇതാണ് 20ലുള്ള വാല്യൂ. ഇനി രണ്ടാമത്തത് അറ്റ് ദ വാല്യൂ 10, 0, z 10, 0, that is equal to ഇതിലേക്ക് തന്നെ 100 into 10 plus 60 into 0, that is equal to 1000 plus 0, that is equal to 1000. So z 10, 0 is equal to 1000. ഇനി മൂന്നാമതൊരു പോയിൻറ്റും കൂടി ഉണ്ട്, 4, 3. So z value at 4, 3, that is equal to 100 into 4 plus 60 into 3, that is equal to 400 plus 180, that is equal to 580. സോ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഇതിൽ മാക്സിമം വാല്യൂ, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, മാക്സിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത് എവിടെയാണ്? മാക്സിമം വാല്യൂ ഇസ് ആറ്റ് z is equal to 10, 0. So the x1 value is 10, x2 value is equal to 0, x1 value is equal to 10, x2 value is equal to 0, and z optimum is equal to 1000, z optimum is equal to 1000. So നമ്മൾക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത് 10, 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മളുടെ പ്രോബ്ലത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ലീനിയർ പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യുന്നത് യൂസിങ് ദ മാക്സിമൈസേഷൻ മെത്തേഡ്, മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട്. സോ വളരെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന എക്സാമിന് തീർച്ചയായും, കാരണം നമ്മൾക്ക് സാധാരണ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു പക്ഷേ സിംപ്ലെക്സ് പ്രോബ്ലം ആകാം, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. സോ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ തീർച്ചയായും നിങ്ങൾ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്നത് പഠിച്ചിരിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.